മാതാ അമൃതാനന്ദമയി അവർ UN നടത്തിയ മലയാള പ്രസംഗത്തിൻ്റെ വാർഷികം കൂടാതെ 72ാമത് പിറന്നാളും കൂടിയാണ്. അപ്പോൾ ഇതിൽ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നു, ബാലഗോപാലും സജി ചെറിയാനും. അതിൽ സജി ചെറിയാൻ നടത്തിയ സ്നേഹപ്രകടനം അത് വലിയ രീതിയിൽ ഒരു ചിത്രം എന്നതിനപ്പുറം അതൊരു വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതിനിപ്പോൾ പരസ്യമായിട്ട് ആ സംഭവത്തിൽ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. കാര്യം ഒരു കാലത്ത് അമൃതാനന്ദമയിയെ അടക്കം ഈ ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് അവർ ഇതുവരെ നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെറും ആൾ ദൈവമാണ്, സുധാമണി വെറും സുധാമണിയാണ് എന്ന തരത്തിൽ തെരുവിൽ പ്രകടനം നടത്തിയ ആൾക്കാരാണ് CPM, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ യുവജന വിഭാഗം. ഇപ്പൊ അതിന്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ജയരാജന്റെ മകൻ ജയരാജന്റെ മകൻ തന്നെ പരസ്യ പ്രതികരണമായിട്ട് വരുന്നു. ഇത് ഒരൊറ്റപ്പെട്ട അഭിപ്രായ പ്രകടനമായിട്ട് കരുതേണ്ടതില്ല. ആ പാർട്ടിയിൽ പൊതുവെ ഇപ്പോൾ സമീപകാലത്ത് CPM നടത്തുന്ന ഇത്തരം ചെയ്തികളിൽ വലിയ അമർഷമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ നടന്ന അയ്യപ്പ സംഗമം, അവിടെ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെക്കുറിച്ച് നിരന്തരം ക്ലാസ്സുകൾ എടുക്കുന്നവർ അവിടെ പോയി അയ്യപ്പ സംഗമം നടത്തുന്നു. മുഖ്യമന്ത്രി നേരിട്ട് അയ്യപ്പൻ്റെ വിഗ്രഹം കൈപ്പറ്റുന്നു. ഇത്തരം ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് വിഴുങ്ങിക്കൊണ്ട് ചെയ്യുന്നതിൽ പാർട്ടിയിലെ പലർക്കും എന്താണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യം പറഞ്ഞു കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് മറ്റേ കുമാരപിള്ള സഖാവിനെ പോലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് വാസ്തവത്. ഇവരെന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അല്ല പ്രേമ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇതാണ് ഇവരുടെ പാർട്ടി. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അയ്യപ്പൻ്റെ കൂടെയുള്ള സ്നേഹം, ഈ പോകുന്ന പോക്കിൽ എല്ലാം കൂടെയൊക്കെ കയറി പിടിച്ചിട്ട് പോയാൽ അടുത്തൊരു ഭരണം കിട്ടുമെന്നൊരു തോന്നൽ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവർ വ്യക്തമായ രാഷ്ട്രീയം കളിക്കുന്നത്, വോട്ട് രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പൻ്റെ അടുത്തുള്ള സ്നേഹം ലോക അയ്യപ്പ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തി. പിന്നെ ഇപ്പോൾ അമൃതാനന്ദമയ്യെ കാണാൻ പോയി. അപ്പോൾ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള സംശയം, പ്രേം ചോദിച്ച പോലെ എനിക്ക് ചോദിക്കാനുള്ള, ഈ പറയുന്ന ജെയിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ P ജയരാജൻ്റെ മകൻ അല്ലെങ്കിൽ P ജയരാജൻ പാർട്ടിക്കകത്തെ ആൾക്കാർ ആരും ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ അമൃതാനന്ദമയ്യ എന്ന് പറയുന്ന ഒരു ആൾ ദൈവത്തിനെ ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവർ ഒരു കാലത്ത് ആൾ ദൈവം എന്ന് വിളിക്കും, കുറെ നാൾ കഴിഞ്ഞിട്ട് ആൾ ദൈവമല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ ഇവർ പോകും. അപ്പൊ ഇന്നിപ്പോ ഒരു DYFI ഇവിടെ ഇല്ലേ? ഇവിടെ ഇപ്പൊ DYFI ഇല്ലേ? അപ്പൊ ഇവരിപ്പോ പോയി അദ്ദേഹം ഒരു മന്ത്രിയാണ്. സജി ചെറിയാൻ എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ നേതാവല്ല, പാർലമെന്ററി തലത്തിൽ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആളാണ്. പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അവരുടെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരും. മാത്രമല്ല ആലപ്പുഴയിൽ നിന്നുള്ള സീനിയർ നേതാവാണ്. അപ്പൊ അവിടെ ഒരു പാർലമെന്ററി തലത്തിലെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പരിപാടി ആയതുകൊണ്ട് പോകുമെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയുടെ കൂടെ ചോദിക്കേണ്ടി വരും. പാർട്ടി ഘടകത്തിന്റെ ചോദിക്കണം. പാർട്ടി ഘടകം അനുവാദം കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം അവിടെ പോയി ചിലപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ട് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടാവും, ഒരു ഇഷ്ടം കൊണ്ട്. ഒരു അമ്മയെ ഒരു മകൻ തിരുനെറ്റിയിൽ വാത്സല്യം കൊണ്ട് ഒരു തിരുനെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്താൽ അവിടെ അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഉമ്മ വെച്ചുകൂടാ എന്ന് ലോകത്തെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും? എനിക്കറിയില്ല. പക്ഷെ നേരത്തെ പറഞ്ഞത് വിഴുങ്ങി. അപ്പൊ ഇപ്പൊ ജെയിൻ രാജ് വലിയ ആളാവാനായിട്ടാണ് ഈ ഇട്ട പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ നേതാവാണ് P ജയരാജന് അല്ലെങ്കിൽ MP ജയരാജന് അല്ലെങ്കിൽ ജയരാജന്മാർക്ക് ഗോവിന്ദന് ഒരു സമയത്ത് ഒരിതുണ്ടാവും. ഇവർക്കൊക്കെ കാലാകാലങ്ങൾ ഒരു വെളിപാടുണ്ടാവും. ആ വെളിപാട് കുറെ നാൾ കഴിയുമ്പോൾ എടുത്ത് ഭരണത്തിൽ വെക്കും. എന്നിട്ട് അടുത്ത വേറൊരു വെളിപാട് വരും. ആ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് പറയും. ഇതൊക്കെ ആരെ കൂടെ ഇതെല്ലാം കാണിക്കുന്നത്? ഇതെല്ലാം ഒരു 10 വർഷത്തെ ഡിഫറൻസിൽ മാറ്റി പറയുമ്പോൾ ഇവിടെ ഉള്ള ജനം ഒന്നു തന്നെ നമുക്ക് മലയാളികൾ കുറച്ച് ആയുസൊക്കെ ഉള്ളവരാണ്. അവർ ഈ തന്ത്രപൂർവ്വ അടവ് നയവെന്നും പ്രായോഗിക നയവെന്നൊക്കെ പറയുന്നത്. മറക്കാനുള്ള ഒരു ശേഷി മലയാളിക്കുള്ളതുകൊണ്ട് മലയാളി പലതും മറക്കും. ഇപ്പൊ ഈ സാമൂഹിക മാധ്യമങ്ങൾ അലർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ചില പഴയ കാര്യങ്ങളൊക്കെ കുത്തിത്തിരിക്കി വെളിയിൽ വരണത്. ഇല്ലെങ്കിൽ ഇവർ പറയുന്ന അപ്പോഴങ്ങ് ചിന്തിച്ചിട്ട് ഒന്നും ചിന്തിക്കും. കാര്യം നമുക്ക് നമ്മുടെ ജീവിതോപാധിയാണ്, നമുക്കിതൊന്നും നോക്കാൻ നേരമില്ല. നമ്മൾ ഇന്നലെ നടന്ന പോലെ ഇന്ന് ഓർക്കാത്ത ആൾക്കാരാണ്. കാര്യം മറവി ഒരു രോഗമാണ്. അപ്പൊ ഇവര് ഈ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര തെറ്റ് സജി ചെറിയാൻ ചെയ്ത പോലെ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു. ഈ പോസ്റ്റ് 2 ദിവസത്തിനകത്ത് ചിലപ്പം പിണറായി കണ്ണുരുട്ടിയ ജയരാജന്റെ മോൻ ഈ പോസ്റ്റ് പിൻവലിക്കും. നാളെ ജയരാജൻ എന്ന് വിളിച്ചിട്ട്, ജയരാജ ഇത് പാർട്ടി ഭരണത്തിൽ കയറാൻ പോവുകയാണ്, ഈ തെണ്ടിത്തിരക്ക് നിന്റെ മോൻ കാണിച്ച് ശരിയാണ്, മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ് മാറ്റിയാൽ ചിലപ്പോൾ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജയരാജൻ അവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി വടകരയിൽ തോറ്റ് പരാജയപ്പെട്ടതിന് ശേഷം ഒരു റിബൽ മോഡിലാണ്. പല കാര്യങ്ങളിലും തന്നെയാണ് തോപ്പിച്ചത്. അതെ, അതിനുശേഷം അദ്ദേഹം പല കാര്യങ്ങളിലും പൊതുനയത്തിന് വിരുദ്ധമായ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു റിബൽ മോഡിൽ നിൽക്കുകയാണ് ജയരാജൻ. അപ്പൊ അതിന്റെ തന്നെ ഒരു ഫലമായിരിക്കണം മകനും ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതായത് പ്രേമ, ഇതിനകത്തൊന്നുമില്ല. കണ്ണൂർ കമ്മ്യൂണിസം ആയതുകൊണ്ടാണ് ഷാജഹാനെ പോലെ ഒന്നും ഈ P ജയരാജൻ വിളിച്ച് പറയാത്തത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അന്തരീക്ഷവും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എന്ന് പറയുന്ന അച്ചടക്കത്തിന്റെ വാളൊക്കെ തലയ്ക്ക് മേളിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വാള് അച്ചടക്കത്തിന്റെ വാള്, പാർട്ടിയുടെ വാള്. ഈ വാള് ഉയിര് പേടിയുള്ളതുകൊണ്ട് അവരാരും വെളിയിൽ മിണ്ടൂല. ഇപ്പൊ പി ജയരാജനെ തോപ്പിച്ചത് പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ പല സംസാരത്തിലും പറഞ്ഞിട്ടുള്ള പോലെ വടകരയിൽ ഈ പറയുന്ന നേതാവ് TP മരിച്ചതിന് ശേഷം വടക്കൻ കേരളത്തിൽ CPM വല്ലാത്ത പ്രതിരോധത്തിലാണ്. അവിടെയാണ് ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പെണ്ണു വിഷയത്തിൽപ്പെടുത്തി ഇവർ നാട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവർക്കൊരു നേതാവിനെ പറയാൻ ഇപ്പൊ ഇല്ല. ഇവർക്ക് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ഒരു യുവ നേതാവില്ല. ഞാൻ വിഷയം മാറിപ്പോകുന്നതല്ല, വടകര ആയതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ പി ജയരാജനെ തോപ്പിച്ചത് കെ മുരളീധരനാണ്. അത് അവരുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പൊ വടക്കൻ കേരളത്തിൽ ഇവര് ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കെ സുധാകരൻ ജയിച്ചിരിക്കുന്നത്. ധർമ്മടത്ത് അദ്ദേഹത്തിന് ലീഡുണ്ട് അല്ലേ? അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂരാണ്. പക്ഷെ വടക്കൻ കേരളത്തിൽ പാർട്ടിക്ക് ഉറച്ച നേതാവുണ്ട് യുവനിരയിൽ നിന്ന്, റിയാസ്. അത് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ നേതാവായിരിക്കും. പക്ഷെ വേറെ ആർക്ക് നേതാവൊന്നുമല്ല. കോഴിക്കോട് എന്റെ ഒരു സുഹൃത്തുക്കളും അയാളൊരു നല്ല നേതാവ്, നല്ല റീലൊക്കെ ഇടും കേട്ടോ. നല്ല റീലൊക്കെ ഇടും. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രയും ചുരുക്കത്തായിട്ട് പറയാനുള്ളൂ. അതായത് പി ജയരാജന്റെ മകൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം എന്ന് ബോധിപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ തെറ്റി. കാര്യം ഇന്നും ബാലന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. നിങ്ങൾ പറയുന്ന പോലെയല്ല. അപ്പുറത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് NSS ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ വോട്ട് കിട്ടാൻ NSS വേണം, വോട്ട് കിട്ടാൻ അയ്യപ്പന്റെ വിഗ്രഹം ഞങ്ങൾ വാങ്ങും, വോട്ട് കിട്ടാൻ അയ്യപ്പനെ സ്നേഹിക്കും, ഞങ്ങൾ വിളക്ക് കത്തിക്കും, പിന്നെ ചന്ദനക്കൂടിയോടും. അല്ല, കൂട്ടത്തിൽ പറയും അങ്ങോട്ട് ചോദിച്ചില്ല ഇങ്ങോട്ട് തരാനായിട്ട് വെള്ളാപ്പള്ളി നിപ്പുണ്ട്. അത് വെള്ളാപ്പള്ളി നിൽക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ വീട്ടിലെ അടുക്കള BJPയും വെള്ളാപ്പള്ളിയുടെ പിന്നെ മുറ്റം എന്ന് പറയുന്നത് CPM ആണ്. നടുക്ക് ചിലപ്പോൾ 2-3 മുറികൾ BJPയും ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരല്ലേ ഇവർ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഒരു ജയരാജന്റെ മകൻ ജയിൻ രാജ് പറഞ്ഞെന്നുകൊണ്ടെന്നും പിണറായി വിജയനോ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വോട്ട് അല്ല, ഞാൻ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. കാര്യം ഈ പാർട്ടി എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ നിലപാടുണ്ടല്ലോ, അതായത് ചില ആധ്യാത്മിക നേതാക്കളുടെ പുറകെ പോവുക, മതസംഘടനകളുടെ പുറകെ പോവുക, അതില് ഒരു വിഭാഗത്തിന് കൃത്യമായ എതിർപ്പുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് മറുവശം. പക്ഷേ ഈ എതിർപ്പിന് ഒരു പുല്ലുവില പോലും കിട്ടത്തില്ല. ഈ എതിർപ്പിന് ചിലപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, ഇവിടെ നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്തിന് ഇങ്ങനെ പോയി ചുംബനം നൽകി? കാര്യം ഇദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ആളാണ്. സജി ചെറിയാനും കമ്മിറ്റിയിലുള്ള, സംസ്ഥാന കമ്മിറ്റിയിലുള്ളതാ. പി ജയരാജനും ഉള്ളതാ. പി ജയരാജൻ എന്ന് മുതലാണ് ഒതുക്കപ്പെട്ടതെന്നും പി ജയരാജൻ തോറ്റതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ TPയുടെ വധത്തിന് ശേഷം ഇങ്ങോട്ടും പല കേസുകളിലും പി ജയരാജൻ അറിഞ്ഞോ അറിയാതെ പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യത്തിനാണ്. വെട്ടി കയ്യും കാലും ഒക്കെ പോയൊരു മനുഷ്യനാണ്. പാർലമെന്റ് തലത്തിൽ ഒരു തവണ എന്താ MLA ആയ ആളാണ്. അല്ലാതെ അദ്ദേഹം ഇപ്പൊ എന്താണ് ഖാദി ബോർഡിലെ ചെയർമാനാണ്. ഞാൻ ആരെ പേര് പറയുന്നില്ല, പല പ്രമുഖരായ നേതാക്കളുടെയും ഈ നിഴലായി നടന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയർ പോയൊരു നേതാവാണ് അദ്ദേഹം. ഉള്ളതിൽ ഒരു മാന്യനായ ഒരു നേതാവാണ് കണ്ണൂരത്തെ. അപ്പൊ പി ജയരാജന്റെ മകൻ ജയിൻ രാജ് പറയുമ്പോൾ ഞാൻ പ്രേം പറഞ്ഞ ആ ഭാവം കൂടെ ഇവിടെ എടുത്ത് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനൊരു മറുവശം കൂടെ ഉണ്ട് സഖാക്കളെ. നിലവിളക്ക് കൊളുത്തി അയ്യപ്പന്റെ വിഗ്രഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ഇവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. നിങ്ങൾ പറഞ്ഞു കിടന്ന കമ്മ്യൂണിസം ഇതാണോ?